സെഫിയ എന്ന് പറയുന്ന 13-കാരിയെ കാസർഗോഡ് നിന്ന് കാണാതാകുന്നു. പിന്നീട് ഗോവയിലെ ഒരു പകുതി കുഴിച്ച കിണറിനകത്ത് നിന്ന് പല കഷ്ണങ്ങളായി മുറിച്ച രീതിയിലാണ് ഇവളുടെ ശരീരഭാഗങ്ങൾ മുഴുവനായി കിട്ടിയത്. പിന്നീട് ഈ കേസ് കേരളത്തിൽ മാത്രമല്ല ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഈ കേസും കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ നിന്നും കാസർഗോഡ് വെച്ച് ഒരു പെൺകുഞ്ഞിനെ കാണാതാകുന്നു. അതായത് 13 വയസ്സ് മാത്രമുള്ള ഈ യുവതിയെ കാണാതാകുന്നു. അതിനുശേഷം പിന്നീട് ഗോവയിലെ ഒരു കിണറ്റിൽ നിന്ന് പോലീസുകാർ അവിടെ പോയി കുഴിച്ചു നോക്കിയ ടൈമിന് കാണാൻ സാധിച്ചത് ഇവിടെ പല ഭാഗങ്ങളായി കഷ്ണങ്ങളാക്കി മുറിച്ച ശരീരഭാഗങ്ങളാണ്. അത് അസ്ഥികൂടമായതിനു ശേഷമാണ് പോലീസുകാർക്ക് ലഭിക്കുന്നത്. ഈ കേസും കാര്യങ്ങളും പോലീസുകാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് ഈ പ്രതിക്ക് വളരെയധികം പണവും അതുപോലെ തന്നെ പിടിപാടും ഉള്ളത് കൊണ്ട് തന്നെ ഈ കേസും കാര്യങ്ങളൊന്നും പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ പോലും ഇത് അന്വേഷിക്കാൻ വേണ്ടി മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ കേസിന് വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ തെളിവും കാര്യങ്ങളും അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ പല സ്ഥലത്തു നിന്ന് തെളിവുകളെല്ലാം പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ഇയാളെ പണസ്വാധീനം കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് 2006 ജൂലൈ 15-നാണ്. ഈ സംഭവങ്ങൾക്കെല്ലാം വളരെയധികം തുടക്കം കുറിക്കുന്നത്. അതായത് കർണാടക ബോർഡറിനും അതുപോലെ തന്നെ കേരള ബോർഡറിനും എടുത്തായിട്ടാണ് സെഫിയ എന്ന് പറയുന്ന പെൺകുഞ്ഞ് താമസിക്കുന്നത്. ഇവളുടെ കുടുംബത്തിലാണെങ്കിൽ വളരെയധികം പട്ടിണിയും ദാരിദ്ര്യം ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അംസ എന്ന് പറഞ്ഞ ഈ കോൺട്രാക്ടിന്റെ വീട്ടിനകത്താണെങ്കിൽ ഇവിടെ അവിടെ വീട്ടുപേരും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അയാളെ നോക്കുകയാണെങ്കിൽ തന്നെ ഇയാൾക്ക് മെയിനായിട്ട് ഗോവ കേന്ദ്രമാക്കിയിട്ടാണ് ഇയാൾ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവയ്ക്കാണെങ്കിലോ 2 മക്കളുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് മൈമൂല എന്നാണ്. മൈമൂല ഹൗസ് വൈഫും കാര്യങ്ങളൊക്കെയാണ്. മറിച്ച് ഇവർ ഗോവയിൽ ഈ ഫാമിലി മുഴുവനായി പോകുന്ന ടൈമിന് ഇവിടെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഈ സെഫിയെ കൊണ്ടുപോയതിനു ശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവള് നോക്കാറാണ് പതിവ്. അങ്ങനെ ഇരിക്കുകയാണ് 2006 ഡിസംബർ മാസം ഇവളെ വീട്ടിലോട്ട് സെഫിയെ വിളിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ സെഫിയുടെ പാരൻസ് വളരെയധികം ഭയന്നത് കൊണ്ട് തന്നെ ഈ അംസയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അംസയുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 2006 ഡിസംബർ 1-ാം തീയതി ഈ അംസയാണെങ്കിൽ അവിടെയുള്ള കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസംബർ 20-ാം തീയതി കാസർഗോഡ് വെച്ചിട്ട് ഇവൾ എവിടെയാണ് പോയത് എന്ന് അറിയില്ല, വീട്ടിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അതിനുശേഷം ഈ മാതാപിതാക്കൾ നേരെ കൊണ്ടുപോയതിനു ശേഷം പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയാണ്. മാൻ മിസ്സിങ്ങിനും കാര്യങ്ങൾക്കായിരുന്നു ഈ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ അംസയുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്, ഇവർ ഞങ്ങളെ മകളെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ആ കംപ്ലൈൻറ്റിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് 1.5 മാസത്തോളം പിന്നീട് യാതൊരു തരത്തിൽ തന്നെ ഈ കേസും കാര്യങ്ങളും മുന്നോട്ടൊന്നും നീങ്ങുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പൗരസമിതിയും കാര്യങ്ങളൊക്കെ പിന്നീട് അവിടെ നിന്ന് രൂപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കേസിനെ പറ്റി യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കാതെ തന്നെ പിന്നീട് 2008 ഏപ്രിൽ മാസം 10-ാം തീയതി ആകുന്നുണ്ട്. അതായത് 1.5 കൊല്ലത്തോളം ആകുന്നുണ്ട്. 2008 ഏപ്രിൽ മാസം 10-ാം തീയതി പൗരസമിതിയിലുള്ള ആളുകളും ഈ സെഫിയുടെ ഫാമിലി ചേർന്നുകൊണ്ട് തന്നെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ പോയതിനു ശേഷം പിന്നീട് അവിടെ നിരാഹാര സത്യാഗ്രഹം ഇവർ കടക്കുകയും ചെയ്തു. പിന്നീട് ഇവർ നേരെ കോടതി കൊണ്ടുപോയതിനു ശേഷം ഏവിയസ് കോർപ്പസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഇവർക്ക് ഇത്തരത്തിൽ തന്നെ കോടതി ഒരു ഉത്തരവും കാര്യങ്ങളും പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് ഈ കേസും കാര്യങ്ങളും ക്രൈംബ്രാഞ്ചിനെ വെച്ച് അന്വേഷിക്കാൻ വേണ്ടി കേസും കാര്യങ്ങളും കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് 2008 മെയ് മാസത്തിൽ ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഈ കേസും കാര്യങ്ങളും ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഈ അംസയുടെ പക്കൽ പോയി മൊഴിയും കാര്യങ്ങളും എടുക്കുകയാണ് ചെയ്തത്. അതായത് ഈ അംസയുടെ മൊഴിയും കാര്യങ്ങളും ഇപ്രകാരമായിരുന്നു. അതായത് കേരളത്തിൽ വെച്ച് 2006 ഡിസംബർ മാസം 20-ാം തീയതി ഇവൾ ആരെടുത്താണ് പോയത് എന്നറിയുന്നില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് എന്നായിരുന്നു ഈ അംസയുടെ മൊഴിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അംസ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായിട്ടുള്ളത് ഇവനാണെങ്കിൽ ഗോവയിലോട്ട് പോയിട്ടുണ്ട് എന്ന്. അതായത് ഗോവയിൽ നിന്നും കാസർഗോഡ് വരുന്ന വഴിക്കാണെങ്കിൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അകത്താണ് കടന്നു പോകുന്ന വണ്ടികളും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടായ ആളുകളുടെ എണ്ണം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ചില ടൈമിൽ ഇവർ നോട്ടും കാര്യങ്ങളും ചെയ്ത് വെക്കാറുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ അന്നേ സ്ഥലത്തോട് പോവുകയും ചെയ്തു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ഈ വണ്ടി നമ്പറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വാങ്ങിക്കുകയും പിന്നീട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തു നോക്കുകയും ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തു നോക്കിയപ്പോഴാണ് ക്രൈംബ്രാഞ്ചിൽ നോക്കിയ ടൈമിൽ കാണാൻ കഴിഞ്ഞത് 2 മക്കൾ എന്നായിരുന്നു ആദ്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് പെണ്ണുകൊണ്ട് വരച്ചുകൊണ്ട് തന്നെ പിന്നീട് 3 ആക്കിയ രീതിയിലാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കാണാൻ വേണ്ടി സാധിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ അംസയോട് വളരെയധികം പിടിപാട് കൊണ്ട് തന്നെ ഈ ചെക്ക് പോസ്റ്റിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം അവർ ഇവിടുന്ന് മാറ്റിയതാണ് എന്ന് ക്രൈംബ്രാഞ്ചിന് ഏകദേശം ഉറപ്പാവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അംസയെ ക്രൈംബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ പിന്നീട് ക്രൈംബ്രാഞ്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 2008 ജൂലൈ 1-ാം തീയതി പിന്നീട്
അംസയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ക്രൈംബ്രാഞ്ച് പിന്നീട് അംസയെ അറസ്റ്റും ചെയ്യുകയാണ്. അതായത് പോലീസുകാർ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഇവൻ പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയാണ് ചെയ്തത്. അതായത് ഇവർ നേരെ ഗോവയിലോട്ട് പോവുകയാണ്. അതിനു മുമ്പേ ഇവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നോക്കിയപ്പോൾ ഇവളെ അവിടെ നിന്ന് തട്ടിമാറ്റിയതിനു ശേഷം പ്രശ്നവും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഗോവയിലാണെങ്കിൽ 2 ഫ്ലാറ്റാണ് ഉള്ളത്. ആ 2 ഫ്ലാറ്റിൻ്റെ അകത്ത് നിന്ന് നോക്കുന്നതാണെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് കൊണ്ടുപോയതിനു ശേഷം ബാത്റൂമിൽ നിന്ന് ഇവളെ തലക്കടിച്ച് കൊന്നതിന് ശേഷം അവിടെ നിന്ന് ഇവളെ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. അവിടെ നിന്ന് ഇവളെ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം പിന്നീട് എൻ്റെ ഡിക്കിയിൽ ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും എടുക്കുന്ന സ്ഥലമായ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഒരു കിണർ കുത്തണം, അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് വെള്ളം കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പുതിയതായിട്ട് ഒരു കിണർ കുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം കാണാതെ തന്നെ 40 അടി താഴ്ചയിൽ ആ കിണറും കാര്യങ്ങളും എത്തുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് നോക്കുന്ന മേസ്ത്രിയെ പക്കൽ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കിണർ അവിടെ നിന്ന് മൂടണം, അവിടെ അമ്പല പരിസരം കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഈ അംശയാണ് ഇവളെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട ബോഡിയാണെങ്കിൽ നൈക്കറായി തന്നെ ആ കിണറ്റിലോട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത മേസ്ത്രിയാണെങ്കിലോ ഈ കിണർ നേരെ മൂടുകയും ചെയ്തു. 40 അടി താഴ്ചയിലാണ് ഈ കിണറും കാര്യങ്ങളും ഉള്ളത്. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നീട് ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയാണ്. അതായത് ഇവരാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള തെളിവും കാര്യങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ പക്കലില്ല. ഇതൊക്കെ കൂടി തന്നെ ഇവന് ഹൈലി കോൺഫിഡൻസ് ആണ്. അതായത് ഇവന്റിക്ക് എതിരെ കേസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. അതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവന്റ് പെട്ടെന്ന് തന്നെ ഊരി വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് അംസ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ഇവന്റെ വണ്ടിയുടെ ഡിക്കിയാണ് പോയി സെർച്ചും കാര്യങ്ങൾ ചെയ്യുന്നത്. സെർച്ചും കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അവിടെയുള്ള തകഴത്തിൻ്റെ അകത്താണെങ്കിൽ അതായത് ഒട്ടി നീനയിൽ അവിടെ നിന്ന് ഒരു മുടിനാരി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ സ്റ്റെപ്പിലായ ടയറിൻ്റെ അകത്ത് നിന്ന് ഒരു ബ്ലഡ് സാമ്പിളും കൂടിയിട്ട് ഉണങ്ങിയ രീതിയിൽ അവിടെ നിന്ന് കാണാൻ സാധിച്ചു. ആ ബ്ലഡ് സാമ്പിളും കൂടിയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവളെ വീട്ടിലോട്ട് പോയതിനു ശേഷം ഇവളെ വീട്ടിൽ നിന്ന് ഇവൾ ചീകിയിട്ടുണ്ടായിരുന്ന മുടിയിൽ നിന്ന് ഒരു മുടി സാമ്പിളും കൂടിയിട്ട് ക്രൈംബ്രാഞ്ച് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കലർത്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം പിന്നീട് ഇത് 2 മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ സെഫിയുടെ തന്നെയാണ് ഈ മുടിനാരും അതുപോലെ തന്നെ ബ്ലഡും എന്ന രീതിയിൽ തന്നെ ഏകദേശം പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഗോവയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഗോവയിൽ കൊണ്ടുപോയതിനു ശേഷം ഇവൻ പറഞ്ഞ ആ ഫ്ലാറ്റിലുള്ള ബാത്റൂമിന്റെ അകത്ത് കയറിയതിനു ശേഷം പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതായത് 1.5 കൊല്ലമായിട്ടുണ്ട്. 1.5 കൊല്ലമായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളും അവിടെ നിന്ന് ലഭിക്കില്ല എന്ന രീതിയിൽ തന്നെ ഇവ കോൺഫിഡൻസ് ആയിരുന്നു. അതായത് ഡിറ്റർജൻസും അതുപോലെ തന്നെ കെമിക്കലും വെച്ചിട്ടാണ് ആ ബാത്റൂമും കാര്യങ്ങളും ക്ലീൻ ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ ഈ അംശയാണ് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ യാതൊരു തരത്തിൽ തന്നെ തെളിവും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കാണ് ആ ബാത്റൂമിന്റെ പക്ഷത്തായിട്ട് ഒരു പൊട്ടലും കാര്യങ്ങളും താഴെ കാണുന്നത്. ആ സ്ഥലത്ത് പോയിട്ടാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള ബ്ലഡ് സാമ്പിളും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു. അത് പിന്നീട് സെഫിയുടെ തന്നെയാണ് എന്ന് പിന്നീട് ഇവർക്ക് മാച്ചും കാര്യങ്ങളും ചെയ്തു നോക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല 1.5 വർഷമായിട്ട് അവിടെ നിന്ന് യൂസ് ചെയ്യാത്ത ഒരു ചൂലും കാര്യങ്ങളും പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കാണാൻ വേണ്ടി സാധിച്ചു. അതിൽ നിന്ന് ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അതിൽ നിന്നും ബ്ലഡ് സാമ്പിളും കാര്യങ്ങളും പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഇവനക്കെതിരെ ധാരാളം തെളിവും കാര്യങ്ങളും പിന്നീട് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നീട് ഈ കൺസ്ട്രക്ഷൻ നടന്ന സ്ഥലം എവിടെയാണ്, അതുപോലെ തന്നെ ആ സ്ഥലത്ത് പോയതിനു ശേഷം 40 അടി താഴ്ചയിൽ പിന്നീട് ആ ഡെഡ് ബോഡി കാര്യങ്ങൾ പിന്നീട് ഇവർക്ക് കണ്ടെത്തണം. അതൊക്കെ കൂടുതൽ ഈ കൺസ്ട്രക്ഷൻ നടന്ന സ്ഥലത്തോട്ട് പോയി നോക്കിയപ്പോഴാണ് ഇവർക്ക് കാണാൻ സാധിച്ചത് ആ സ്ഥലം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ കാട് പിടിച്ചിട്ടാണ് ആ സ്ഥലവും കാര്യങ്ങളും ഉള്ളത്. അതിനുശേഷം പിന്നീട് കേരള പോലീസ് അവിടെ നിന്ന് വൃത്തിയാക്കിയതിനു ശേഷം പിന്നീട് അന്നത്തെ ദിവസം പിന്നെ രാവിലെ തന്നെ കുഴിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. കുഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷം അതായത് വൈകുന്നേരം 6 മണി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പിന്നീട് ഇവർക്കാണ് ഒരു പാവാട കിട്ടുകയും ചെയ്തു. ഒരു നീല കളറുള്ള പാവാട ലഭിച്ചതിന് ശേഷം പിന്നീട് ഇതെന്താണ് ഇവിടെ പാവാട വന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഹംസയുടെ പക്കൽ ചോദിക്കുകയാണ്. ഹംസ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൈക്കഡ് ആയിട്ടാണ് ആ ബോഡിയും കാര്യങ്ങളും അവിടെ ഡബ് ചെയ്തത് എന്നാണ്. മറിച്ച് പിന്നീട് പോലീസുകാരുടെ പക്കൽ പറയുകയാണ് കഷ്ണങ്ങളാക്കി മുറിച്ച് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ പാവാടയിനകത്ത് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ഡെഡ് ബോഡിയും കാര്യങ്ങളും ഇന്ന സ്ഥലത്തോട് കൊണ്ടുവന്നത് എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ക്രൈംബ്രാഞ്ച് അവിടെ നിന്ന് തോണ്ടും കാര്യങ്ങളും ചെയ്തപ്പോൾ തന്നെ ഇവിടെ തലയൂട്ടി കിട്ടുകയും ചെയ്തു. പിന്നീട് ഇവിടെ ശരീരഭാഗങ്ങൾ മുഴുവനായിട്ട് കഷ്ണങ്ങളായ രീതിയിൽ തന്നെ പിന്നീട് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയും ചെയ്യുകയാണ്. അതായത് ഇവിടെ ഡെഡ് ബോഡിയാണ് മുഴുവനായി അഴുകിയിട്ട് പിന്നീട്
അസ്ഥികൂടമാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവരെ കോർട്ട് കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 2015 കോടതി വിധിയും കാര്യങ്ങൾ വരികയും ചെയ്തു. 2015 ഇവർക്ക് വധശിക്ഷയാണ് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഇവന്റെ വൈഫായിട്ടുള്ള മൈമിനും അതുപോലെ തന്നെ വേറൊരാൾക്കും 3 വർഷം ശിക്ഷയും കാര്യങ്ങളും കോടതി വിധിക്കുകയും ചെയ്തു. പിന്നീട് ഇവൻ ദയാഹർജിയും കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ 2019 ഇവന്റെ ശിക്ഷാ കാലാവധിയും കാര്യങ്ങളൊക്കെ അംസയുടെ കോടതി വെട്ടിക്കൊടുക്കുകയും പിന്നീട് ഇവൻക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുകയുമാണ് കോടതിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.